സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കാർഷിക വിപണനമാണ്. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഈ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ച. അതെ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി 1 കിലോ തക്കാളി വാങ്ങുമ്പോൾ ആ തക്കാളി ഒരു കർഷകന്റെ പറമ്പിൽ നിന്ന് നമ്മുടെ അടുക്കള വരെ എത്താൻ സഞ്ചരിച്ച ആ ഒരു വലിയ വഴിയുണ്ടല്ലോ, ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു ലോകമുണ്ടെന്ന് നമ്മൾ ആരും ശരിക്കും ഓർക്കാറില്ല, അല്ലേ? തീർച്ചയായും. ഇത് കേവലം ഒരു വാങ്ങലും വിൽക്കലും മാത്രമല്ല. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ലക്ഷക്കണക്കിന് കർഷകരുടെ വരുമാനം തീരുമാനിക്കുന്ന ഒരു എന്താ പറയാ ഗ്രാമങ്ങളുടെ നട്ടെല്ലായ ഒരു സംവിധാനമാണിത്. ശരിയാണ്. ഇത് നേരെ ചൊവ്വെ നടന്നാൽ കർഷകനും ചിരിക്കാം, നമ്മൾ ഉപഭോക്താക്കൾക്കും ആശ്വസിക്കാം. പക്ഷേ പലപ്പോഴും ആ വഴി അത്ര എളുപ്പമുള്ള ഒന്നല്ല. അതെ, ആ വളവും തിരിവും ഉള്ള വഴിയിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ കാർഷിക വിപണനം? കൃഷി ചെയ്ത് വിൽക്കുന്നു, അത്രയല്ലേ ഉള്ളൂ? ഒറ്റനോട്ടത്തിൽ അതെ. പക്ഷെ അതൊരു വലിയ റിലേ ഓട്ടം പോലെയാണ്. ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഈ രേഖകളിലൊക്കെ അതിനെ ഒരു മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ. ഒന്നാമത്തത് ബാറ്റൺ കൈമാറുന്നത് പോലെയാണ്. കൈമാറ്റ പ്രവർത്തനങ്ങൾ എന്ന് പറയും. കർഷകൻ ഉൽപ്പന്നം ആദ്യത്തെ ആൾക്ക്, അതായത് വ്യാപാരിക്ക് വിൽക്കുന്നു. അവിടെ ഒരു കൈമാറ്റം നടന്നു. ശരി, ബാറ്റൺ കൈമാറി. പിന്നെ പിന്നെയാണ് യഥാർത്ഥ ഓട്ടം. ഭൗതിക പ്രവർത്തനങ്ങൾ. ആ ഉൽപ്പന്നം കേടുകൂടാതെ നശിച്ചു പോകാതെ ഉപഭോക്താവിന്റെ അടുത്തേക്ക് എത്തിക്കണം. ആ, അതിന് നല്ല സംഭരണശാലകൾ വേണം, നല്ല വാഹനങ്ങൾ വേണം, റോഡുകൾ വേണം. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തരംതിരിച്ച് പാക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ സംസ്കരിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഓട്ടത്തിന്റെ ഭാഗമാണ്. അപ്പോ ഈ ഓട്ടം സുഗമമാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. ട്രാക്ക് ശരിയാണോ എന്ന് നോക്കുന്നതും ഓട്ടക്കാരന് വെള്ളം കൊടുക്കുന്നതും ഒക്കെ പോലെ. കൃത്യം. അതാണ് മൂന്നാമത്തെ ഘട്ടം. സഹായക പ്രവർത്തനങ്ങൾ എന്ന് പറയും. വിൽക്കാൻ പണമില്ലാത്ത കർഷകന് ഒരു വായ്പ നൽകുന്നത്, ആ, ശരി. ഉൽപ്പന്നത്തിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഉള്ളിക്ക് എന്ത് വിലയാണെന്ന് അവരെ അറിയിക്കുന്നത്. ഇങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ചേരുമ്പോഴേ ആ റിലേ ഓട്ടം പൂർത്തിയാകൂ. കൊള്ളാം. ഈ റിലേ ഓട്ടത്തിന്റെ ഉപമ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി. അപ്പോ ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സംഭരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അതെ. നല്ല സംഭരണ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കർഷകന് നല്ല വില കിട്ടുന്നത് വരെ കാത്തിരിക്കാമെന്നും പറഞ്ഞു. അതെ, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. വിളവെടുപ്പ് സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് മാർക്കറ്റിലെത്തുമ്പോൾ വില സ്വാഭാവികമായും ഇടിയും. ശരിയാണ്. അപ്പോൾ വിൽക്കാതെ നല്ല വില വരുന്നത് വരെ സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അത് കർഷകന് വലിയ നേട്ടമാണ്. അവിടെയാണ് എവ്ലർ സംശയം. എല്ലാ കർഷകർക്കും അങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ വിൽക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അവർക്ക് വിൽക്കേണ്ടി വരില്ലേ? വരും. നിങ്ങളുടെ ഈ രേഖകളിൽ പറയുന്ന മാർക്കറ്റബിൾ സർപ്ലസ്, മാർക്കറ്റഡ് സർപ്ലസ് എന്ന ആശയങ്ങൾ ഇവിടെയല്ലേ പ്രസക്തമാകുന്നത്? നല്ലൊരു പോയിന്റിലേക്കാണ് നിങ്ങൾ വന്നത്. ഇത് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മാർക്കറ്റബിൾ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു കർഷകന്റെ ഒരു കണക്കുകൂട്ടലാണ്. കണക്കുകൂട്ടൽ. അതായത് എന്റെ വീട്ടാവശ്യത്തിനും അടുത്ത കൃഷിക്കുള്ള വിത്തിനും പിന്നെ പശുക്കൾക്ക് കൊടുക്കാനുമൊക്കെ മാറ്റിവെച്ചാൽ എനിക്കൊരു 10 ചാക്ക് നെല്ല് വിൽക്കാൻ ബാക്കിയുണ്ടാവും. ഇതാണ് വിൽക്കാൻ കഴിയുന്ന അളവ്. ഓക്കെ, അത് കർഷകന്റെ പ്ലാൻ. അപ്പൊ എന്താണ് മാർക്കറ്റഡ് സർപ്ലസ്? അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. കർഷകൻ ആ സീസണിൽ എത്ര ചാക്ക് നെല്ല് വിറ്റു എന്ന യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ അത് 10 അല്ലെങ്കിൽ അതിൽ കുറവോ ആകാം. ഒരു കാര്യം അതല്ല. ചിലപ്പോൾ ഈ വിറ്റളവ്, അതായത് മാർക്കറ്റഡ് സർപ്ലസ്, വിൽക്കാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതലായിരിക്കാം. അതെ. അതെങ്ങനെ ശരിയാകും? വിൽക്കാൻ 10 ചാക്കേ ഉള്ളൂ എന്ന് കണക്ക് കൂട്ടിയ ആൾക്ക് എങ്ങനെ 12 ചാക്ക് വിൽക്കാൻ പറ്റും? ഇതാണ് ഇതാണ് നമ്മൾ ഡിസ്ട്രസ് സെയിൽ അഥവാ നിർബന്ധിത വിൽപ്പന എന്ന് വിളിക്കുന്ന അവസ്ഥയുടെ നേർക്കാഴ്ച. നിർബന്ധിത വിൽപ്പന. ഒരുപക്ഷെ മകളുടെ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നിരിക്കാം, അതുമല്ലെങ്കിൽ പഴയ കടം വീട്ടാനുള്ള സമ്മർദ്ദമായിരിക്കാം. അപ്പോ വീട്ടിൽ കഴിക്കാൻ വെച്ച ആ 2 ചാക്ക് നെല്ലും അടുത്ത തവണ വിതയ്ക്കാൻ മാറ്റിവെച്ച വിത്തും കൂടി എടുത്ത് വിൽക്കാൻ കർഷകൻ നിർബന്ധിതനാകുന്നു. എന്റെ ദൈവമേ, അത് അത് ഭയങ്കരമായ ഒരു അവസ്ഥയാണല്ലോ. അതായത് സ്വന്തം കുടുംബം പട്ടിണി കിടന്നാലും കടം വീട്ടാൻ വേണ്ടി വിൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ കർഷകന്റെ നിസ്സഹായ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അതെ, ഈ ഒരൊറ്റ ആശയം മതി
ഇന്ത്യൻ കാർഷിക രംഗത്തെ പലരുടെയും യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ ഇത് കേവലം കണക്കുകളല്ല, ജീവിതമാണ്. ശരി. അപ്പൊ ഈ വിൽപ്പനകളെല്ലാം നടക്കുന്ന ഒരു സ്ഥലമുണ്ടാകുമല്ലോ. ഈ ഉൽപ്പന്നത്തിന്റെ യാത്രയിൽ ഒരുപാട് ഇടനിലക്കാർ കാണുമെന്നും കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ യാത്രയിൽ പല വഴികളുണ്ട്. ചിലപ്പോൾ കർഷകൻ അടുത്തുള്ള ഗ്രാമീണ ചന്തയിൽ കൊണ്ടുപോയി നേരിട്ട് നമുക്ക് വിൽക്കാം. അവിടെ ഇടനിലക്കാരില്ല. ഓക്കെ. പക്ഷെ സാധാരണ കാണുന്നത് അതല്ല. കർഷകൻ ഗ്രാമത്തിലെ ഒരു ചെറുകിട വ്യാപാരിക്ക് വിൽക്കുന്നു. അയാൾ അത് പട്ടണത്തിലെ മൊത്തക്കച്ചവടക്കാരന് മറിച്ചു വിൽക്കുന്നു. അവിടെ നിന്നത് റീറ്റെയിൽ കടക്കാരൻ വാങ്ങുന്നു. അവസാനം നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ ഓരോരുത്തരും അവരുടെ ലാഭം എടുക്കുമല്ലോ. അതിന്റെ അർത്ഥം കർഷകന് കിട്ടുന്ന പങ്ക് കുറയുമെന്നല്ലേ? തീർച്ചയായും. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ഒരു സാധനത്തിന് 100 രൂപ കൊടുക്കുമ്പോൾ ഈ ഇടനിലക്കാരെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 20 രൂപയോ 30 രൂപയോ ഒക്കെ ആകും അത് വിളയിച്ച കർഷകന്റെ കയ്യിലെത്തുന്നത്. അത്രേ ഉള്ളൂ. ഇടനിലക്കാരുടെ എണ്ണം കൂടുന്തോറും കർഷകന്റെ വിഹിതം കുറയും. ഇവിടെയാണ് വിപണന കാര്യക്ഷമത അഥവാ മാർക്കറ്റിംഗ് എഫിഷ്യൻസി പ്രസക്തമാകുന്നത്. എത്ര കുറഞ്ഞ ചെലവിൽ എത്ര വേഗത്തിൽ ഉൽപ്പന്നം കർഷകനിൽ നിന്ന് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നുവോ അത്രയും കാര്യക്ഷമമാണ് ആ സംവിധാനം. ഈ കച്ചവടം നടക്കുന്ന പ്രധാന സ്ഥലങ്ങൾ, അതായത് മാർക്കറ്റുകൾ, പലതരത്തിലുണ്ടെന്ന് ഈ രേഖകളിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നിയന്ത്രിത വിപണികളും അനിയന്ത്രിത വിപണികളുമാണ്. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? അവിടെയാണ് സർക്കാരിന്റെ റോളും നിയമങ്ങളും ഒക്കെ വരുന്നത്. നിയന്ത്രിത വിപണികൾ അഥവാ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ചന്തകളാണ്. നമ്മൾ കേൾക്കുന്ന APMC മാർക്കറ്റുകളൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ഈ APMC മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചന്ത പോലെയാണോ? ഒരു കർഷകൻ ഒരു ചാക്ക് സവാളയുമായി അങ്ങോട്ട് ചെന്നാൽ എന്താണ് അവിടെ നടക്കുക? നല്ല ചോദ്യം. സാധാരണ ചന്തയിൽ ആര് വേണമെങ്കിലും വന്ന് വിലപേശി വാങ്ങാം. പക്ഷേ APMC മാർക്കറ്റിൽ ലൈസൻസ് ഉള്ള വ്യാപാരികൾ മാത്രമേ ഉണ്ടാകൂ. ആ. കർഷകൻ സവാളയുമായി എത്തിയാല് അതൊരു തുറന്ന ലേലത്തിന് വെക്കും. 10 പേരുണ്ടെങ്കിൽ ആരാണോ ഏറ്റവും കൂടുതൽ വില തരുന്നത് അയാൾക്ക് കർഷകന് വിൽക്കാം. ഓക്കെ. ലേലം. തൂക്കം കൃത്യമാണോ എന്ന് നോക്കാനും പണം ഉടൻ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും അവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകും. ഇടനിലക്കാരുടെ ചൂഷണം കുറയ്ക്കുക, അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കർഷകർ ഇപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ടല്ലോ. ഉണ്ട്. അപ്പോ ഈ APMC സംവിധാനം പ്രായോഗിക തലത്തിൽ അത്ര വിജയകരമല്ല എന്നല്ലേ അതിനർത്ഥം? അതൊരു പ്രധാനപ്പെട്ട വിമർശനമാണ്. പല APMC മാർക്കറ്റുകളിലും വ്യാപാരികൾ സംഘടിച്ച് വില കുറച്ച് ലേലം വിളിക്കുന്നതായും ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉള്ളതായും ഒക്കെ ആരോപണങ്ങളുണ്ട്. ശരി. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വകാര്യ വിപണികൾക്ക് പ്രസക്തി ഏറുന്നത്. അതായത് കർഷകന് APMCയിൽ മാത്രമല്ല പുറത്ത് ആർക്ക് വേണമെങ്കിലും നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള അവസരം നൽകുക. അപ്പൊ സ്വകാര്യ വിപണികൾ വന്നാൽ മത്സരം കൂടും, കർഷകന് മെച്ചപ്പെട്ട വില കിട്ടും എന്നാണോ വാദം? അതെ, അതാണ് ഒരു പ്രധാന വാദം. സ്വകാര്യ കമ്പനികൾക്ക് മികച്ച സംഭരണശാലകളും വേഗതയേറിയ പണമിടപാടും വാഗ്ദാനം ചെയ്യാൻ കഴിഞ്ഞേക്കും. ഇത് നിലവിലുള്ള APMC മാർക്കറ്റുകളെ കൂടുതൽ കാര്യക്ഷമമാകാൻ പ്രേരിപ്പിക്കും. ശരിയാണ്. പക്ഷേ അതിനും ഒരു മറുവശമുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ വലിയ സ്വകാര്യ കമ്പനികൾ വിപണി അടക്കി വാഴാനും പിന്നീട് അവർ കർഷകരെ ചൂഷണം ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ശരിയാണ്. ഇനി നമുക്ക് ഈ രംഗത്തെ ചില പുതിയ ട്രെൻഡുകളിലേക്ക് വരാം. അതിലൊന്ന് എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടമുള്ള ഒന്നാണ് നേരിട്ടുള്ള വിപണനം അഥവാ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അതെ, അത് വിപണന ശൃംഖലയെ ഏറ്റവും ചെറുതാക്കുന്ന രീതിയാണ്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി കർഷകർ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കുന്നു. അതെ. ഞങ്ങളുടെ ഫ്ലാറ്റിൽ എല്ലാ ശനിയാഴ്ചയും അടുത്തുള്ള ഒരു ഫാമിൽ നിന്നൊരു ചേച്ചി നേരിട്ട് പച്ചക്കറികളുമായി വരാറുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഫ്രഷ് ആണ്, വിലയും കുറവാണ്. അത് തന്നെ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതിന്റെ പിന്നിലെ വലിയ ആശയം ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഗുണം. കർഷകന് ഇടനിലക്കാരുടെ ലാഭം ഒഴിവാകുന്നത് കൊണ്ട് നല്ല വില കിട്ടുന്നു. ഉപഭോക്താവിന് ന്യായമായ വിലക്ക് വിഷമില്ലാത്ത ഫ്രഷ് സാധനങ്ങൾ കിട്ടുന്നു. അതെ. അതിലുപരി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകുന്നു. ആ കർഷകനുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അത് സഹായിക്കുന്നു. മറ്റൊരു വലിയ മാറ്റം സൂപ്പർ മാർക്കറ്റുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും വരവാണ്. സംഘടിത റീറ്റെയിലിംഗ് എന്ന് ഈ രേഖകളിൽ പറയുന്നു. അതെങ്ങനെയാണ് കാർഷിക വിപണിയെ ബാധിക്കുന്നത്? വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ കർഷകരിൽ നിന്നോ അല്ലെങ്കിൽ കർഷകരുടെ കൂട്ടായ്മകളിൽ നിന്നും നേരിട്ട്
വലിയ അളവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് മികച്ച സംഭരണ ഗതാഗത ശൃംഖലയുള്ളത് കൊണ്ട് വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം ഒരുപാട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രശ്നം എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ ഈ രേഖകളിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ വിളവെടുക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഏകദേശം 30 മുതൽ 40% വരെ ശരിയായ സംഭരണ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം നശിച്ചു പോകുന്നുണ്ട്. അതെ, അത്രയുമുണ്ട്. അതായത് കർഷകന്റെ അധ്വാനത്തിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് നമ്മുടെ പ്ലേറ്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ വെറുതെ ആകുന്നു. ഭയങ്കരമായ ഒരു കണക്കാണത്. അപ്പൊ സംഘടിത റീറ്റെയിലർമാർക്ക് ഈ നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, കർഷകർക്ക് ഒരു സ്ഥിരം വിപണി ഉറപ്പാക്കാനും ഇത് സഹായിക്കും. ശരി. എന്നാൽ അതിന്റെ മറുവശം, ഇത് ചെറുകിട പലചരക്ക് വ്യാപാരികളെയും വഴിയോര കച്ചവടക്കാരെയും പ്രതികൂലമായി ബാധിക്കാമെന്നതാണ്. വലിയ ശൃംഖലകളോട് മത്സരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മള് പുതിയ രീതികളെ കുറിച്ചും നേരിട്ടുള്ള വിപണനത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. എന്നിരുന്നാലും ഇന്ത്യൻ കാർഷിക വിപണനം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമായോ? ഭാഗികമായി മാത്രം. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും ഇന്നും അതേപടി തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭരണ ഗതാഗത സൗകര്യങ്ങളുടെ കുറവ് തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ. ഇപ്പോഴും അതാണോ പ്രധാന പ്രശ്നം? അതെ, നല്ല റോഡില്ലാത്തത് കൊണ്ട് പല കർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ദൂരെയുള്ള വലിയ മാർക്കറ്റുകളിൽ എത്തിക്കാൻ കഴിയുന്നില്ല. അവർ ഗ്രാമത്തിലെ ഇടനിലക്കാർക്ക് കിട്ടിയ വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരാകുന്നു. വിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാത്തതും ഒരു പ്രശ്നമല്ലേ? വളരെ വലിയ പ്രശ്നമാണ്. ഇന്ന് കൊച്ചിയിലെ മാർക്കറ്റിൽ ഏത്തക്കായ്ക്ക് എന്ത് വിലയുണ്ടെന്ന് വയനാട്ടിലെ കർഷകന് കൃത്യമായി അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇടനിലക്കാരൻ പറയുന്ന വില വിശ്വസിക്കേണ്ടി വരും. ശരിയാണ്. അതോടൊപ്പം കൃത്യമായി തരംതിരിക്കാത്തതും പണത്തിന് ആവശ്യമുള്ളപ്പോൾ വായ്പ കിട്ടാത്തതും എല്ലാം ചേർന്ന് കർഷകനെ പ്രതിസന്ധിയിലാക്കുന്നു. നമ്മൾ ആദ്യം സംസാരിച്ച ആ നിർബന്ധിത വിൽപ്പനയിലേക്ക് അവരെ തള്ളിവിടുന്നത് ഈ ഘടകങ്ങളെല്ലാമാണ്. അപ്പോ ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെ മുഴുവൻ യാത്രയും നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. അതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ, പലതരം വിപണികൾ, പുതിയ രീതികൾ, ഒപ്പം ഇപ്പോഴും മാറാതെ നിൽക്കുന്ന വലിയ വെല്ലുവിളികളും. ഇത് കേവലം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല, ഒരു നാടിന്റെ സംസ്കാരവും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതവുമാണ്. തീർച്ചയായും. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ വിപണന കാര്യക്ഷമതയെ കുറിച്ച് സംസാരിച്ചല്ലോ. അതായത് കർഷകനും ഉപഭോക്താവിനും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന, നഷ്ടങ്ങൾ കുറഞ്ഞ ഒരു സംവിധാനം. അതെ. അടുത്ത തവണ നിങ്ങൾ ഒരു പഴമോ പച്ചക്കറിയോ വാങ്ങുമ്പോൾ അതിന്റെ വിലയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ എത്ര ഭാഗം അത് നട്ടുനനച്ചു വളർത്തിയ ആ കർഷകന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാകും? ആ യാത്രയിൽ എത്ര ഇടനിലക്കാർ ലാഭം എടുത്തിട്ടുണ്ടാകും? നിങ്ങൾക്ക് മാത്രമല്ല, ആ കർഷകനും കാര്യക്ഷമമായ ഒരു സംവിധാനം എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ അതിന്റെ ഉത്തരം തേടുമ്പോഴാകും നമ്മൾ നല്ലൊരു ഉപഭോക്താവാകുന്നത്.